പാലക്കാട് മേനോൻപാറയിൽ 37-കാരൻ ആത്മഹത്യ ചെയ്തത് അനധികൃതമായൊരു ലോൺ ആപ്പിന്റെ ഭീഷണി മൂലമെന്ന് കുടുംബം. മേനോൻപാറ സ്വദേശി അജീഷിന്റെ മരണത്തിലാണ് കുടുംബത്തിന്റെ പരാതി. ക്രെഡി ലോൺ എന്ന ലോൺ ആപ്പ് അധികൃതർ അജീഷിനെ മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്ന് സഹോദരന്മാർ. ലോൺ തിരിച്ചടവ് മുടങ്ങിയതിന് മോർഫ് ചെയ്തുണ്ടാക്കിയ നഗ്നചിത്രങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നാണ് അജീഷിന്റെ കുടുംബം പറയുന്നത്. നമുക്കവരുടെ പ്രതികരണമുണ്ട്, അതൊന്ന് കേൾക്കാം. അതന്നെ സംഭവം ഇങ്ങനെ കൊടുത്തിട്ടാണ് മോർഫിട്ട് അവിടെ അജണ്ട പിക്ചറുണ്ടോ? അതന്നെ സംഭവം ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടാണ് അവൻ വീഡിയോ എടുത്തിട്ടുണ്ട്. നീ ഫോട്ടോ ഓപ്പൺ ആക്കിയതാണിപ്പോ. സ്റ്റാർട്ട് കോളിംഗ് ടു യുവർ ഫാമിലി. നിങ്ങളുടെ കുടുംബത്തെ വിളിക്കാൻ തുടങ്ങുക. ക്രെഡി ലോൺ എന്നൊരു ആപ്പാണ്. അപ്പോൾ അതിലൊരു ചെറിയ എമൗണ്ടാണ് ആദ്യം എടുത്തിരുന്നത്, 200-300 എടുത്തത്. അപ്പോൾ ഈ 300 രൂപ അടയ്ക്കുമ്പോൾ അത് 600 രൂപയായിട്ട് വീണ്ടും തിരിച്ചു വരികയാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻട്രസ്റ്റും കൂടിയൊക്കെ ആയിട്ടാണ് 2000 ആയത്. അപ്പോൾ പൈസ അടയ്ക്കാൻ പറഞ്ഞിട്ട് കടന്ന് അറിയില്ല. പൈസ അടച്ചാൽ ഇത് വീണ്ടും അവർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെന്നെ കുറച്ച് കഴിയുമ്പോൾ അവർ ഭീഷണിപ്പെടുത്തുള്ള മെസ്സേജുകൾ അയക്കുന്നുണ്ട്. മോർഫ് ചെയ്ത ഫോട്ടോസ്, വീട്ടുകാരുടെ നമ്പർ, കമ്പനി വർക്ക് ചെയ്യുന്ന ഒരു നമ്പർ, എല്ലാ നമ്പർ വെച്ചിട്ട് ഈ നമ്പറിലൊക്കെ അങ്ങനെ ഷെയർ ചെയ്യുമ്പോഴാണ് ഏട്ടൻ മാനസികമായി തളർച്ചിരിക്കുകയാണ്, ഭീഷണിപ്പെടുത്തി. ഏട്ടൊരു സാധുവായ കൊണ്ട് പെട്ടുപോയി. പോലീസുകാരൻ അവൻ പറയുന്നത് ഇത് വലിയൊരു നെറ്റ്വർക്കിൽ വർക്ക് ചെയ്യുകയാണെന്ന്, ആർക്കും അവന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുപോലെ കുറേ പേര് പൈസ അടച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്, കുറേ പേര് പെട്ട ആൾക്കാരുണ്ട് കൊണ്ട് പറയുന്നുണ്ട്. ഇതിന് എല്ലാത്തിനും തീരുമാനമാണെങ്കിൽ ഇതൊന്നും എല്ലാവർക്കും അറിയിച്ചിട്ട് ഇതുപോലെ ആർക്കും സംഭവിക്കാൻ പാടില്ലെന്ന് ഞങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹം. അജീഷിനെ ഭീഷണിപ്പെടുത്തി ലോൺ ആപ്പ് ഉടമകൾ അയച്ച ദൃശ്യങ്ങളും സന്ദേശങ്ങളും ഒക്കെ റിപ്പോർട്ടിന് ലഭിച്ചിട്ടുണ്ട്. പല ദൃശ്യങ്ങളും നമുക്ക് കാണിക്കാൻ കഴിയില്ല. അജീഷ് ഫോൺ സൈബർ സെല്ലിന്റെ സഹായത്തോടെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. ഇക്ബാൽ അറക്കലുണ്ട് പാലക്കാട് നിന്നും. ഇക്ബാൽ അറക്കൽ, ഞെട്ടിക്കുന്ന വിവരമാണ്. ഇത്തരം ക്രെഡിറ്റ് ആപ്പുകൾ ധാരാളം കെണികളൊരുക്കി കാത്തിരിക്കുന്നു. അജീഷിനെ മാനസികമായി എങ്ങനെയാണ് ഈ ക്രെഡിറ്റ് ആപ്പിന്റെ അധികൃതർ തളർത്തിയത്? നമുക്ക് കിട്ടിയ ദൃശ്യങ്ങൾ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളല്ലേ ഇക്ബാൽ? അരുൺകുമാർ, പാലക്കാട് കഞ്ചിക്കോട് മേനൻപാറ സ്വദേശിയാണ് ഈ 37 വയസ്സുകാരനായിട്ടുള്ള അജീഷ്. ക്രെഡി ലോൺ എന്ന് പറയുന്ന അനധികൃത ലോൺ ആപ്പിൽ നിന്ന് അജീഷ് ചില സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ ഒരു 6000 രൂപ വായ്പ എടുക്കുന്നു. ആ 6000 രൂപ പലിശ സഹിതം തിരിച്ചടയ്ക്കുമ്പോൾ വീണ്ടും തുക ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്രെഡി ലോൺ ആപ്പിന്റെ ഉടമസ്ഥർ അല്ലെങ്കിൽ ജീവനക്കാർ വീണ്ടും അജീഷിനെ ബന്ധപ്പെടുകയായിരുന്നു. അജീഷ് പിന്നീട് ഇത് അടയ്ക്കാൻ വളരെ ബുദ്ധിമുട്ട് നേരിടുകയായിരുന്നു. പലതവണയും ഇതിന്റെ കൂടുതലായിട്ടുള്ള ഭീമൻ പലിശ അടയ്ക്കാൻ കഴിയാതെ വന്നതോടുകൂടി പിന്നീട് ഈ ലോൺ ആപ്പിന്റെ അധികൃതർ അജീഷിനെ പല രീതിയിൽ ഭീഷണിപ്പെടുത്തി തുടങ്ങുന്നു. അജീഷിനെ മൊബൈൽ ഫോണിൽ നിന്നും കോൺടാക്റ്റുകളും അതുപോലെ തന്നെ ഗാലറിയിലെ ഫോട്ടോസും ഹാക്ക് ചെയ്ത് ഈ ലോൺ ആപ്പിന്റെ അധികൃതരും ജീവനക്കാരും ചേർന്ന് തട്ടിയെടുത്ത ശേഷം പിന്നീട് അജീഷിന്റെ ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മോർഫ് ചെയ്ത നഗ്ന വീഡിയോകൾ ഉൾപ്പെടെ ഉണ്ടാക്കി അത് പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അജീഷിനെ ഈ ലോൺ ആപ്പിന്റെ അധികൃതർ ഭീഷണിപ്പെടുത്തിയിരുന്നത്. ഇതോടുകൂടി അജീഷ് വലിയ മാനസിക ബുദ്ധിമുട്ടിലേക്ക് കടക്കുന്നു. മാനസിക പ്രയാസം നേരിട്ട അജീഷ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്റെ സുഹൃത്തുക്കളോട് മാത്രമാണ് പറയുകയും ചെയ്യുന്നത്. പിന്നീട് ഈ ഭീഷണി രൂക്ഷമായതിന്റെ പിന്നാലെയാണ് അജീഷ് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച വീടിന് സമീപത്തെ മറ്റൊരു വീടിനകത്ത് വെച്ച് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യുന്ന നില ഉണ്ടായത്. 6000 രൂപ മാത്രമാണ് അജീഷ് ഈ ക്രെഡി ലോൺ എന്ന് പറയുന്ന ആപ്പിൽ നിന്ന് വായ്പ എടുക്കുന്നത്. പക്ഷെ അത് പലിശ സഹിതം തിരിച്ചടച്ചു. പിന്നെയും തുക ആവശ്യപ്പെട്ടുകൊണ്ട് തുടർച്ചയായി ഈ ലോൺ ആപ്പിന്റെ അധികൃതർ അജീഷിനെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് അജീഷിന്റെ സഹോദരന്മാർ പറയുന്നത്. ഏതായാലും ഇനി ഒരാൾക്കും ഇത്തരത്തിലൊരു ദുരവസ്ഥ ഉണ്ടാവരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അജീഷിന്റെ സഹോദരന്മാർ നിയമ പോരാട്ടത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത്. കൊഴിഞ്ഞാമ്പാറ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് അജീഷിന്റെ മൊബൈൽ ഫോൺ പരിശോധിച്ചിൽ നിന്ന് ഈ ക്രെഡി ലോൺ എന്ന് പറയുന്ന ആപ്പിന്റെ ജീവനക്കാർ അജീഷിന്റെ ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നഗ്ന ദൃശ്യങ്ങൾ ഉണ്ടാക്കിയതിന്റെ തെളിവുകൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല കുടുംബത്തിന് ഉൾപ്പെടെ ഈ ദൃശ്യങ്ങൾ അയച്ചു കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുള്ള സന്ദേശങ്ങളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി സൈബർ സെല്ലിന്റെ സഹായത്തോടുകൂടി വിശദമായി ഈ മൊബൈൽ ഫോൺ പരിശോധനയ്ക്ക് വിധേയമാക്കും. അതിനുശേഷം പിന്നീട് തുടർ നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതൊരു അനധികൃത ലോൺ ആപ്പാണ് എന്നുള്ളതും മനസ്സിലാക്കുന്നുണ്ട്. ഇത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഉൾപ്പെടെ ലഭിക്കാത്ത ആപ്പുകളാണ്. ഏതായാലും ഈ ആപ്പിന്റെ ഉടമകളെ കണ്ടെത്താൻ, അജീഷിനെ ഭീഷണിപ്പെടുത്തിയ ആളുകളെ കണ്ടെത്താനുള്ള നീക്കത്തിലേക്ക് പോലീസ് സംഘം കടക്കുന്നുണ്ട്. പക്ഷേ വാട്സപ്പ് സന്ദേശമായി അജീഷിന് ഭീഷണികളെല്ലാം ലഭിച്ചിട്ടുള്ളത് ഒരു കനേഡിയൻ നമ്പറിൽ നിന്നാണ് എന്നുള്ളതാണ് പ്രാഥമിക വിവരം. ഇത് പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഇത്തരത്തിൽ അനധികൃത ലോൺ ആപ്പ് നടത്തുന്ന ആളുകൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇത്തരത്തിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള നമ്പറുകൾ ഉപയോഗിച്ച് ഈ ആളുകളെ ഭീഷണിപ്പെടുത്തുക എന്നുള്ളത്. ഏതായാലും ഈ നമ്പർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണവും തുടരും. ഈ വിഷയത്തിൽ കടുത്ത നടപടി വേണമെന്നുള്ളതാണ് അജീഷിന്റെ കുടുംബത്തിന്റെ ആവശ്യം, നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും എല്ലാം ആവശ്യം. വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ
ഇക്ബാൽ പങ്കുവെച്ചത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇക്ബാൽ പറഞ്ഞത് പ്രേക്ഷകർ ശ്രദ്ധിക്കുമല്ലോ. ഇത്തരം ഈ ലോൺ ആപ്പുകളുമായിട്ട് വരുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്കുക. അവരുടെ ആ ലോൺ ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ കോൺടാക്റ്റുകളെ കുറിച്ച് അവർ പറയും. നിങ്ങൾ ഒരു കാരണവശാലും ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യാതിരിക്കുക പരമാവധി. എന്നാൽ തന്നെ നിങ്ങൾ അപ്രൂവൽ കൊടുക്കാതിരിക്കുക. നിങ്ങളുടെ ചിത്രങ്ങളടക്കം ഫോണിൽ നിന്ന് എടുത്തുകൊണ്ട് പോകും. അനാവശ്യമായിട്ട് നാട്ടുകാരൊക്കെ കാണും, അത്രേ ഉള്ളൂ. മാത്രമല്ല അത് മോർഫ് ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരം ആപ്പുകളെ നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക. ലോൺ ആപ്പ് കെണിയാണ് എന്നാണ് ഇക്ബാൽ